ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അടുത്തിടെ നടത്തിയ ഒരു പരാമർശം ആഗോളതലത്തിൽ വലിയ നയതന്ത്ര തർക്കങ്ങൾക്കും പുതിയ വിവാദങ്ങൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത്. ബ്രിട്ടനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു ആണവായുധം കൈക്കലാക്കുന്ന ആദ്യ ഇസ്ലാമിക് റിപ്പബ്ലിക് UK ആയിരിക്കുമെന്നും ആരോപിച്ചു. എന്താണ് നെതന്യാഹുവിന്റെ ആരോപണത്തിന് പിന്നിൽ? ഈ പ്രതികരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേൽ സൈനിക റേഡിയോ ചാനലിന് നൽകിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് നെതന്യാഹു ഈ പ്രകോപനപരമായ പരാമർശം നടത്തിയത്. 1967 6 ദിവസത്തെ യുദ്ധകാലത്ത് വിൻസ്റ്റൺ ചർച്ചിലിന്റെ മകൻ റാൻഡോൾഫ് ചർച്ചിൽ ഇസ്രായേലിന് അനുകൂലമായി വാർത്തകൾ നൽകിയതിനെക്കുറിച്ച് പരാമർശിക്കവെയാണ് നെതന്യാഹു വിഷയമുന്നയിച്ചത്. അന്നത്തെ ആ അനുകൂല നിലപാടുകൾ ഇന്നത്തെ ബ്രിട്ടനിൽ കാണാൻ സാധിക്കുമോ? അതിനെ ഇന്ന് വേണമെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന് വിളിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അഭിമുഖം നടത്തുന്നയാൾ ഇത് യൂറോപ്പിന് മുഴുവൻ ബാധകമല്ലേ എന്ന് ചോദിച്ചപ്പോൾ നെതന്യാഹു അത് ശരിവെക്കുകയും ഒപ്പം ആണവായുധമുള്ള ആദ്യ ഇസ്ലാമിക് റിപ്പബ്ലിക് ആയി ബ്രിട്ടൻ മാറും, എന്നാൽ ഇറാൻ അത്തരമൊരു ആണവശക്തിയായി മാറില്ലെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വലതുപക്ഷ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉന്നയിക്കാറുള്ള രീതിയിലുള്ള നെതന്യാഹുവിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ബ്രിട്ടീഷ് സർക്കാരും അന്താരാഷ്ട്ര സമൂഹവും അതിശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ വാക്കുകൾ തികച്ചും അസ്വീകാര്യമാണെന്ന് UK ഗവൺമെന്റ് ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കി. ഈ വിഷയം ഇസ്രായേൽ സർക്കാരിന് മുന്നിൽ ഔദ്യോഗികമായി തന്നെ ഉന്നയിച്ചതായും UK വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവാദം കടുത്തതോടെ ന്യായീകരണവുമായി ഇസ്രായേൽ ഗവൺമെന്റ് വക്താവ് ഡേവിഡ് മെൻസർ രംഗത്തെത്തി. നെതന്യാഹു സ്വന്തം വാക്കുകളല്ല പറഞ്ഞത് എന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് മുൻപ് നടത്തിയ ഒരു പ്രസ്താവന ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഒരു സഖ്യരാഷ്ട്രത്തെക്കുറിച്ച് അത്തരം പരാമർശങ്ങൾ ആവർത്തിച്ചത് നയതന്ത്ര മര്യാദകളുടെ ലംഘനമാണെന്നാണ് UKയുടെ നിലപാട്. ഇസ്രായേലിനുള്ളിൽ നിന്നും നെതന്യാഹുവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഇസ്രായേലിലെ പ്രതിപക്ഷ ഡെമോക്രാറ്റ്സ് പാർട്ടി നേതാവായ ആവി ദാബൂഷ് നെതന്യാഹുവിന്റേത് വലിയ നയതന്ത്ര പരാജയമാണെന്ന് കുറ്റപ്പെടുത്തി. ആഗോളതലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അടുത്ത സഖ്യരാജ്യമായ ബ്രിട്ടനെ അപമാനിക്കുന്നത് രാജ്യ താൽപര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം US വൈസ് പ്രസിഡന്റ് JD വാൻസും മുൻപ് സമാനമായ പരാമർശം നടത്തിയിരുന്നു. ബ്രിട്ടനിലെ ഇസ്ലാമിക സ്വാധീനത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആശങ്ക. 2024 പ്രചാരണ വേളയിലാണ് JD വാൻസ് ആണവായുധം സ്വന്തമാക്കുന്ന ആദ്യ ഇസ്ലാമിക് രാജ്യമായി UK മാറിയേക്കാം എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ 1998 തന്നെ പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തി ആദ്യ ഇസ്ലാമിക് ആണവ ശക്തിയായി മാറിയിരുന്നു എന്ന വസ്തുത നെതന്യാഹുവും വാൻസും മറന്നതായാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ബ്രിട്ടനിലെ കുടിയേറ്റം, മുസ്ലിം ജനസംഖ്യ, ദേശീയ സ്വത്വം എന്നിവയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ ശക്തമായി നടക്കുന്ന പശ്ചാത്തലത്തിലാണ് നെതന്യാഹുവിന്റെ ഈ പരാമർശം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും സൈനിക നടപടികളുടെ പേരിൽ ഇസ്രായേലിന് മേൽ ഉപരോധങ്ങൾ ശക്തമാക്കുമെന്നും ഫലസ്തീൻ പ്രദേശങ്ങളിലെ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം നിരോധിക്കുമെന്നും UK സർക്കാരും പ്രധാനമന്ത്രിയും നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ രൂക്ഷമായ ആക്രമണം.